ഹലോ ഗായ്സ്, ഇത് ഞാൻ എൻ്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന അന്ന് എടുത്ത വീഡിയോ ആണേ. കുറച്ച് മാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ കൊണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരു 3:30-4 മണി ആ ഒരു ടൈമിലായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മുൻപൊരിക്കലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തൂരം മടപ്പരയ്ക്കൽ തിറയുള്ളപ്പോൾ അവിടെ മുത്തപ്പൻ്റെയും പോതിയുടെയും എല്ലാം തിറയുണ്ടാവലുണ്ട്. അപ്പോൾ ഇന്നും പോയത് അതിനാണ്. അന്നത് ഷാമിക്കുട്ടിയെ ഞാൻ വരുന്ന കണ്ടപ്പോൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു. എവിടെയും കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമ്പോഴേക്കും ഞാൻ എത്തിയത്. പിന്നെ കുറച്ച് സമയം കുൽസുനെ എടുത്ത് നടന്ന് ഷാമിക്കുട്ടീനെയും വാവാച്ചീനെയും റെഡിയാവുന്നതിൻ്റെ ഇടയിലായിരുന്നു ഞാൻ എത്തിയത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് എനിക്കൊരു പോസൊക്കെ തരുന്നുണ്ട്. ഇളയമ്മയും പിള്ളേരും പോയതിന് ശേഷമാണ് ഞാനും സുജിലേച്ചി ശ്രുതിയും കുൽസും കൂടെ പോയത്. എല്ലാവരും പോയതിന് ശേഷം കുൽസുവിനെ റെഡിയാക്കി ഉടുപ്പൊക്കെ ഇടിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോയി. ഇളയമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ അമ്പലത്തിലേക്ക്. അപ്പോൾ നടന്നിട്ടാണ് ഞങ്ങൾ പോയത്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടേനും. പിന്നെ വേഗം തന്നെ എണീറ്റ് റോഡൊക്കെ എത്തുമ്പോഴത്തേക്കും അവൾ എണീറ്റ് അമ്പലത്തിലെത്തി. ഞങ്ങളെത്തുമ്പോഴത്തേക്കും മുത്തപ്പൻ്റെ വെള്ളാട്ട് ഇറങ്ങിയിട്ടുണ്ടേനും. അവിടെ മേലോട്ട് കൊള്ളുമ്പൽ സ്റ്റെപ്പായിട്ട് സീറ്റ് ഉണ്ട്. അവിടെ പോയിരുന്ന് അവിടെ നിന്നാകുമ്പോൾ വെള്ളാട്ട് നേരിട്ട് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമായിരുന്നു. കുൽസ് നല്ല അനുസരണയോടെ ഇരുന്നിട്ട് കാണുന്നുണ്ടേനും. വാശിയൊന്നും പിടിച്ചില്ല. പാവം നല്ല ഉറക്കമുണ്ടെങ്കിലും അവളിങ്ങനെ മിണ്ടാണ്ടിരുന്ന് തറയൊക്കെ കണ്ടിട്ടുണ്ട്. വെള്ളാട്ടിന് ശേഷമാണ് ഈ പൊതിൻ്റെ തിറയുള്ളത്. അത് കുട്ടികളായിട്ടൊക്കെ കൂടുതലും എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു തിറയാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെല്ലാവരും കൂടി നേർച്ച കൊടുക്കാൻ പോയി. കുൽസുവിൻ്റെ കൈ കൊണ്ട് മുത്തപ്പന് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഇളയമ്മ. അങ്ങനെ പോതിക്കും മുത്തപ്പനെല്ലാം നേർച്ചയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോയതിന് ശേഷം വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലേനും. ഫോണൊന്നും നോക്കിയില്ല. പിള്ളേരും ഉണ്ട്, കുഞ്ഞനും ഉണ്ട്. കുഞ്ഞൻ പിന്നെ ഭയങ്കര കരച്ചിലേനും. അവൾക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ മാറി എടുത്ത് അങ്ങനെ സമയം പോയതാണ്. പിന്നെ ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് പോകുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ്. ഞാനും ശ്രുതിയും കുൽസുവും കൂടി വാവാച്ചിക്ക് യൂണിഫോമും പുസ്തകമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവളെ ചേർത്ത സ്കൂളിലേക്ക് പോയതാണ്. കണ്ണങ്കോട് UP സ്കൂളിലാണ്. ഞങ്ങൾ ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഷാമിക്കുട്ടി അവിടെ തന്നെയാണ് പഠിക്കുന്നത്. എൻ്റെ അമ്മയും പഠിച്ച ഇവിടെയാണ്, കണ്ണങ്കോട് UP സ്കൂളിൽ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തി ചെല്ലുമ്പോൾ തന്നെ കാണുന്നൊരു ബോർഡാണ് ഇത്. കാലം മായ്ക്കാത്ത ഓർമ്മകളിലേക്കൊരു തിരിച്ചുപോക്ക്. അവിടുത്തെ ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ടേനും പുസ്തകങ്ങളും യൂണിഫോമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ക്ലാസ് റൂമിലേക്ക് പോയി. ശ്രുതി അവിടെ ഇരുന്ന് ഇത് വാങ്ങിക്കുന്നതിനും ബില്ലൊക്കെ അടക്കാനുണ്ടേനും. ഞാൻ കുൽസൂനെയും കൊണ്ട് പുറത്തേക്കൊക്കെ നടന്ന് നല്ല വെയിലും നല്ല ചൂടും എല്ലാം ഉണ്ടേനും. അപ്പോൾ ഇടയ്ക്കവൾ വാശി പിടിക്കുന്നുണ്ട്. അന്നേരം ഞാനിങ്ങനെ എടുത്ത് കളിക്കുന്നതിനും. പിന്നെ കുറേ സമയം ആ ഡെസ്കിനിട്ടിട്ട് അടിച്ച് ഇങ്ങനെ കളിച്ചിട്ടുണ്ടേനും. ടീച്ചേഴ്സൊക്കെ കുൽസൂനെ ഇങ്ങനെ എടുത്ത് കളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ സ്കൂളിലെത്തിയപ്പോൾ ആ ക്ലാസ് റൂമിൽ കണ്ടൊരു കാഴ്ചയാണ്. അവിടുത്തെ ചുമരുമ്പിൽ മൊത്തം എനിക്ക് തോന്നുന്നു മുന്നേ റിട്ടയർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഫോട്ടോസ് റോസാപ്പൂവൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്കൂളിൻ്റെ ഫ്രണ്ടിലത്തെ ഫ്ലെക്സാണ് ഇത്. ഷ്യാമിക്കുട്ടീൻ്റെ ഫോട്ടോ ഉണ്ട്, കണ്ട ഷ്യാമിക ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോയിൽ. കുറച്ച് സമയം അങ്ങനെ ഓട്ടോന് വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് നിൽക്കണ്ട വന്ന് വെയിലത്ത് കുറച്ച് സമയം അങ്ങനെ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. കുൽസുവിനെയും കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തി. നല്ല ചൂടും നല്ല വെയിലല്ലായതുകൊണ്ട് ശരിക്കും നല്ല ക്ഷീണിച്ച്. കുൽസുവിനെ ഇങ്ങനെ കുറച്ച് സമയം മടിയിൽ കിടത്തി കളിപ്പിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ആട്ടാട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നോളും. ഷാമിയും വാവാച്ചിയും കൂടെ മീത്തിലെ വീട്ടിലേനും ഉണ്ടായിരുന്നത്. ഞങ്ങളെത്തിയപ്പോൾ അവരെ കൂട്ടി വന്നതാണ് ശ്രുതി. പിന്നെ സ്കൂളിൽ പോയ വിശേഷങ്ങളും പുസ്തകങ്ങൾ നോക്കലും ഓരോ പുസ്തകം ഇങ്ങനെ മാറ്റി കാണിക്കലായിരുന്നു അവളുടെ മെയിൻ ഹോബി. ആദ്യമായിട്ട് സ്കൂളിൽ പോവല്ലേ, ഇതുവരെ അംഗനവാടിയിൽ മാത്രമാണ് പോയത്. അപ്പോൾ ഇങ്ങനെ ഓരോ പുസ്തകങ്ങളും ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ കാണിച്ചു തന്നെ. ഞാൻ നാളെ കൂട്ടാൻ വരും. എന്താ
ഇടാൻ വേണ്ടിയിട്ട് കുറേ സമയം വാശി പിടിച്ച് കരഞ്ഞതേനെ. അത് കഴിഞ്ഞ് രണ്ടാളും കൂടി ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്ത് പോന്നിട്ടുണ്ടേനു, അരൂരേക്ക് എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടേനു. കുൽസുവിന് ബൈ ബൈ എല്ലാം പറഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടി ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. രണ്ടാളും നല്ല സന്തോഷത്തിലേനും വീട്ടിൽ. രണ്ടുപേരും നല്ല സന്തോഷത്തിലേനും. ആദ്യമായിട്ടാണ് ഞാൻ രണ്ടാളെയും കൂട്ടി ഒന്നിച്ച് ബസ്സിൽ വരുന്നത്. ഓരോരുത്തരായിട്ട് ഇവിടെ വീട്ടിൽ താമസിക്കാൻ വരുന്നുണ്ടെങ്കിലും ഒന്നിച്ച് ഇതാദ്യമായിട്ടാണ് ഞാൻ പോയി കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ നല്ല സന്തോഷവും ഉണ്ടേനും നല്ല ടെൻഷനും ഉണ്ടേനും. രണ്ടാളും പറയും പോലെ അനുസരിക്കുമോ, പേടിയില്ലാണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഈ ഒരു ടെൻഷൻ എനിക്ക് നല്ലപോലെ ഉണ്ടേനും. പിന്നെ കുഴപ്പമില്ല, വലിയ തിരക്കൊന്നുമില്ല. വെക്കേഷൻ ആയതിനെ കൊണ്ട് ബസ്സിലൊന്നും വലിയ തിരക്കില്ലേനും. രണ്ടാളെ മാനേജ് ചെയ്യാനും വീട്ടിലേക്ക് കൊണ്ടുവരാനൊന്നും വലിയ പ്രശ്നമില്ലേനും. എല്ലാം കൂടെ ഞാൻ നടയമ്പലെത്തുമ്പോഴത്തേക്കും മഴ പെയ്തു. 3:30 ഇങ്ങനെ നടയമ്പലെത്തിയതാണ്. പോസ്റ്റായി, തറവാട്ടിലും കുറേ സമയം പോസ്റ്റായി. കുറേ സമയം നടയമ്പല നിന്നിട്ടുണ്ടെങ്കിലും പിന്നെ ചെറുതായിട്ട് മഴ ചോർന്നപ്പോൾ ഞങ്ങൾ എൻ്റെ തറവാട് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിലായിരുന്നു. അപ്പോൾ അവിടെ പോയി, അവിടെ നിന്ന് വീട്ടിൽ കുറച്ച് സമയം ഇരുന്ന് എന്നിട്ടും മഴ ചോരാണ്ടായിട്ട് 4:30-5 മണി അടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. അച്ഛമ്മ ഇപ്പോൾ തറവാട്ടിലാണ്. അന്നേരം കുറച്ച് സമയം അങ്ങനെ അച്ഛമ്മേൻ്റെ അടുത്തിരുന്നു. വീട്ടിലെത്തുമ്പോൾ എത്തിക്കും. ഷാമിക വാ, ബൈ പറ. ബൈ. ഓക്കെ, ബൈ ഗായ്സ്.